9 വിഭാഗങ്ങളിൽ മുൻഗണന നൽകി മൂന്നാം മോദി സർക്കാരിന്റെ ബജറ്റ്. 3 ലക്ഷം രൂപ വരെ നികുതിയില്ല. കാർഷിക മേഖലയ്ക്കും തൊഴിൽ മേഖലയ്ക്കും പരിഗണന. മൊബൈൽ ഫോണിനും സ്വർണത്തിനും വില കുറയും. ബജറ്റിൽ കേരളത്തിന് നിരാശ. വടക്കാഞ്ചേരി വാഴക്കോട് പെട്രോൾ പമ്പിൽ തീപിടുത്തമുണ്ടായത് പെട്രോൾ കലർന്ന വെള്ളത്തിലേക്ക് സിഗരറ്റ് കുറ്റി വലിച്ചെറിഞ്ഞതിനെ തുടർന്ന് പച്ചക്കറി കടയിലെ സാധനങ്ങൾ കത്തിനശിച്ചു. ചാലക്കുടി പുഴയിൽ ചാടിയ തട്ടിപ്പ് സംഘത്തിലെ 3 പേർ പിടിയിൽ. സംഘത്തിലെ ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിൽ. പ്രതികളെ പോലീസ് ചോദ്യം ചെയ്തു. തുടർച്ചയായ മിന്നൽ ചുഴലിക്കാറ്റിൽ ആശങ്കയോടെ ജില്ല. ഇന്നലെയുണ്ടായ ചുഴലിയിൽ ജില്ലയിൽ 51 വീടുകൾക്ക് ഭാഗിക നാശനഷ്ടം. ദേശീയപാത വാണിയംപാറയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന പ്രദേശത്തെ സർവീസ് റോഡ് ഇടിയുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നു. വാഹനങ്ങൾ കടത്തിവിടുന്നത് കാര്യമായ മുൻകരുതൽ സുരക്ഷ ഒരുക്കാതെ. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചു. 9 വിഭാഗങ്ങളിൽ മുൻഗണന നൽകിയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്കും തൊഴിലവസരങ്ങൾക്കും ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിനും നൈപുണ്യ മേഖലകൾക്കുമായി 1.98 ലക്ഷം കോടി വകയിരുത്തി. ആദ്യമായി ജോലിക്ക് കയറുന്നവർക്ക് EPF എൻറോൾമെന്റ് പിന്തുണ പ്രഖ്യാപിച്ചു. രാജ്യത്തെ 500 പ്രധാന സ്ഥാപനങ്ങളിൽ 5 വർഷത്തിനകം 1 കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ സൌകര്യമൊരുക്കും. 5000 രൂപ സ്റ്റേപ്പൻഡ് നൽകും. 1 കോടി വീടുകൾക്ക് സോളാർ പദ്ധതി സ്ഥാപിക്കാൻ സഹായം നൽകും. മുദ്രാ ലോൺ ഇരട്ടിയാക്കി 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപയാക്കിയാണ് ഉയർത്തിയത്. കർഷകർക്കുള്ള ധനസഹായത്തിൽ മാറ്റമില്ല. കർഷകർക്കുള്ള ധനസഹായം 6000 രൂപയായി തുടരും. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അതിജീവിക്കുന്ന വിളകൾ കർഷകർക്ക് ലഭ്യമാക്കും. മൊബൈൽ ഫോണിനും ചാർജറിനും കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചു. ലെതറിനും തുണിത്തരങ്ങൾക്കും വില കുറയും. സ്വർണത്തിനും വെള്ളിക്കും വില കുറയും. ആദായ നികുതി ഘടനയിൽ മാറ്റം വരുത്തി. പുതിയ നികുതി സമ്പ്രദായത്തിലാണ് മാറ്റം വരുത്തിയത്. 3 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല. 3 ലക്ഷത്തിനും 7 ലക്ഷത്തിനും ഇടയിൽ വാർഷിക ശമ്പളം വാങ്ങുന്നവർ 5% നികുതി നൽകണം. ക്യാൻസർ രോഗത്തിനുള്ള 3 മരുന്നുകൾക്ക് കൂടി കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വില ഉയരും. കാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ധനവിനിമയത്തെ നികുതിയിൽ നിന്ന് ഒഴിവാക്കും. ആദായ നികുതി റിട്ടേൺ വൈകിയാൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കില്ല. തുടങ്ങിയവയാണ് ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ. ബജറ്റിൽ കേരളത്തിന് അവഗണന. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളിൽ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. കേരളം 24,000 കോടി രൂപയുടെ പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സംസ്ഥാനത്തിനായി പ്രത്യേക പദ്ധതികൾ ഒന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചില്ല. പ്രളയ ദുരിതം നേരിടാൻ വിവിധ സംസ്ഥാനങ്ങൾക്ക് സഹായം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പട്ടികയിലും കേരളം ഉൾപ്പെട്ടില്ല. ജില്ലയുടെ പ്രതീക്ഷകൾക്കും ബജറ്റിൽ പ്രഖ്യാപനങ്ങളുണ്ടായില്ല. എയിംസ്, മുസ്രീസ് പൈതൃക പദ്ധതി, ടൂറിസം സർക്യൂട്ട് എന്നിവ സംബന്ധിച്ച് ബജറ്റിൽ പരാമർശം ഉണ്ടാകാതിരുന്നത് ജില്ലയ്ക്ക് തിരിച്ചടിയായി. സുരേഷ് ഗോപിയെ MP ആയി ജയിപ്പിച്ചുവിട്ട തൃശൂരിന് കേന്ദ്ര ബജറ്റിൽ അനുവദിച്ചത് അവഗണന മാത്രമാണെന്ന് KPCC സെക്രട്ടറിയും കൌൺസിലറുമായ ജോൺ ഡാനിയൽ പറഞ്ഞു. വടക്കാഞ്ചേരി വാഴക്കോട് പെട്രോൾ പമ്പിൽ തീപിടുത്തം. HP ഏജൻസിയുടെ വാഴക്കോട് ഖാൻ പെട്രോൾ പമ്പിലാണ് രാവിലെ 10:45 അഗ്നിബാധ ഉണ്ടായത്. പമ്പിൽ നിന്ന് ഒഴുകിയെത്തുന്ന മഴവെള്ളത്തിൽ പെട്രോൾ കലർന്നിരുന്നു. പമ്പിന് 30 മീറ്റർ മാറിയുള്ള പച്ചക്കറി കടയുടെ മുന്നിൽ പെട്രോൾ കലർന്ന വെള്ളം കെട്ടിക്കിടന്നിരുന്നു. കടയിൽ സാധനങ്ങൾ വാങ്ങാൻ വന്ന വ്യക്തി സിഗരറ്റ് കുറ്റി വെള്ളത്തിലെറിഞ്ഞതിൽ നിന്നാണ് തീ പടർന്നത്. തീ കത്തിപ്പടർന്ന് പമ്പിലേക്ക് എത്തുകയായിരുന്നു. ഉയർന്നു കത്തിയ തീ വളരെ പെട്ടെന്ന് അണയ്ക്കാനായതിനാൽ വലിയ ദുരന്തം ഒഴിവായി. പമ്പിൽ നിന്നിരുന്ന ടാങ്കറിന്റെ ഡ്രൈവർ ഭക്ഷണം കഴിക്കാൻ പോയ സമയമായിരുന്നു തീപിടുത്തം. എന്നാൽ ഒരു സ്വകാര്യ ബസ് ഡ്രൈവർ പെട്ടെന്ന് പമ്പിൽ നിന്ന് ടാങ്കർ ഓടിച്ചു മാറ്റിയതിനാൽ ദുരന്തം ഒഴിവായി. വാഴക്കോട് വലിയ പറമ്പിൽ നൌഷാദിന്റെ പച്ചക്കറി കടയിലെ പച്ചക്കറി തീപിടുത്തത്തിൽ നശിച്ചിട്ടുണ്ട്. പമ്പിലേക്ക് പടർന്ന തീ വാൾവുകൾക്ക് മുകളിലൂടെ കത്തിയെങ്കിലും ഫയർഫോഴ്സ് പെട്ടെന്ന് തീ അണച്ചതിനാൽ തീ ടാങ്കിലേക്ക് പടർന്നില്ല. പമ്പിൽ നിർത്തിയിട്ടിരുന്ന ജീവനക്കാരന്റെ ബൈക്ക് ഭാഗികമായി കത്തി നശിച്ചിട്ടുണ്ട്. അഗ്നിബാധയെ തുടർന്ന് ഷൊർണൂർ റോഡിൽ അരമണിക്കൂറോളം വാഹനഗതാഗതം തടസ്സപ്പെട്ടു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ട്രെയിൻ വരുന്നത് കണ്ട റെയിൽവേ ട്രാക്കിൽ നിന്നും പുഴയിലേക്ക് ചാടിയ കവർച്ചാ സംഘത്തിലെ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒരാൾ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. കോഴിക്കോട് നാദാപുരം സ്വദേശി രാജേഷിന് വ്യാജസ്വർണം നൽകി 4 ലക്ഷം രൂപ തട്ടിയെടുത്ത ഇതര സംസ്ഥാനക്കാരാണ് പിടിയിലായത്. തിങ്കളാഴ്ച പുലർച്ചെ 1:30 ചാലക്കുടി പുഴമ്പാലത്തിന്റെ വടക്കേയറ്റത്തു നിന്ന് യുവാക്കൾ പുഴയിൽ ചാടിയത്. പുഴയോരത്തെ ചതുപ്പിൽ വീണ ഇവരിൽ ഒരാൾക്ക് കാലിന് ഒടിവുണ്ടായി. പരിക്കേറ്റ യുവാവിനെ ചുമന്ന് ട്രാക്കിലൂടെ തന്നെ പുഴ കടന്ന ഇവർ
മുരിങ്ങൂരിൽ നിന്നും ഓട്ടോയിൽ അങ്കമാലിയിലേക്ക് പോയി. അവിടെ നിന്ന് പെരുമ്പാവൂരിലെത്തുകയും പരിക്കേറ്റ യുവാവിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. മുരിങ്ങൂർ, കൊരട്ടി എന്നിവിടങ്ങളിലെ ഓട്ടോ ഡ്രൈവർമാരുടെ മൊഴിപ്രകാരം നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചാണ് ചാലക്കുടി പോലീസ് പെരുമ്പാവൂരിൽ എത്തിയത്. അന്വേഷണ സംഘത്തെ കണ്ട സംഘത്തിലെ 3 പേർ ആശുപത്രിയിൽ നിന്നും മറ്റൊരിടത്തേക്ക് മാറി. പിന്നീട് ഇവരെ തന്ത്രപരമായാണ് പോലീസ് കുടുക്കിയത്. ആശുപത്രിയിൽ കഴിയുന്ന യുവാവും പോലീസ് കസ്റ്റഡിയിലാണ്. ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന എക്സ്പ്രസ് ട്രെയിനിലെ ലോക്കോ പൈലറ്റാണ് 4 പേർ പുഴയിലേക്ക് ചാടിയ വിവരം ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത്. ഇതേ തുടർന്ന് ചാലക്കുടി ഫയർഫോഴ്സിലെ സ്കൂബ സംഘം ഡിങ്കി ബോട്ട് ഉപയോഗിച്ച് പുഴയിൽ വ്യാപകമായി തിരച്ചിൽ നടത്തിയിരുന്നു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് കവർച്ചാ സംഘം ആശുപത്രിയിലെത്തിയ വിവരം പോലീസിന് ലഭിച്ചത്. നാദാപുരം സ്വദേശി രാജേഷിന് കിട്ടിയ നിധിയിലെ സ്വർണം വില കുറച്ച് നൽകാമെന്ന് പറഞ്ഞാണ് ഇതര സംസ്ഥാനക്കാരനായ സംഘത്തിലെ ഒരാൾ ചാലക്കുടിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇയാളുടെ 3 സുഹൃത്തുക്കളും എത്തിച്ചേർന്നു. ഇവർ സ്വർണം നൽകുകയും 4 ലക്ഷം രൂപ കൈപ്പറ്റുകയും ചെയ്തു. ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി രാജേഷും സുഹൃത്തും സ്വർണം പരിശോധിച്ചപ്പോൾ വ്യാജമാണെന്ന് വ്യക്തമായി. ഈ പൈസ കൊടുത്താൽ മാത്രമേ സ്വർണം തരൂ എന്ന് പറഞ്ഞു. എന്നാൽ രാജേഷും ലിനേഷും കൂടെ ഈ പൈസ 4 ലക്ഷം രൂപ വരെ ഏൽപ്പിക്കുകയും പൈസ വാങ്ങിയ ശേഷം സ്വർണത്തിൻ്റെ ഒരു കട്ടി അത് ഈ രാജേഷിനെ ഏൽപ്പിക്കും. അപ്പോൾ രാജേഷ് ഈ പലത് കട്ട് ചെയ്ത് നോക്കുന്ന സമയം ഒരു പീസ് മുറിച്ചപ്പോൾ തന്നെ അതിന് സംശയം തോന്നി ഇത് വ്യാജ സ്വർണ്ണമാണ്. ആ സമയത്ത് തന്നെ ഇവർ പറഞ്ഞ് ഞങ്ങളതിൻ്റെ ബാക്കി പീസുകൾ കട്ട് ചെയ്ത് കാണിച്ച എന്ന് പറഞ്ഞാൽ മറ്റവരുടെ ശ്രദ്ധ മാറിയ ടൈമിൽ ഈ 4 പേരും കൂടെ അവിടെ നിന്നും ലഭിച്ച പൈസയും ഈ കട്ട് ചെയ്ത സാധനമായിട്ട് നേരെ റെയിൽവേ ട്രാക്ക് വഴി കിഴക്കോട്ട് ഓടുകയാണ്. ഇതിനിടെയാണ് 1 കിലോമീറ്റർ അകലെയുള്ള പുഴമ്പാലത്തിൽ വെച്ച് 4 സംഘം അപകടത്തിൽപ്പെട്ടത്. TCV ന്യൂസ്, ചാലക്കുടി. തുടർച്ചയായ മിന്നൽ ചുഴലിക്കാറ്റിൽ ആശങ്കയോടെ ജില്ല. കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. 51 വീടുകൾക്കാണ് ജില്ലയിൽ നാശനഷ്ടം സംഭവിച്ചത്. തലപ്പള്ളി താലൂക്കിലാണ് വലിയ നാശനഷ്ടം. 28 വീടുകൾക്കാണ് തലപ്പള്ളിയിൽ ഭാഗിക നാശനഷ്ടം സംഭവിച്ചത്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ചുഴലിക്കാറ്റ് ആവർത്തിക്കുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. 2 ദിവസം മുൻപ് നന്ദിപുലത്ത് മിന്നൽ ചുഴലി വീശിയിരുന്നു. ദൈർഘ്യവും വ്യാസവും ചെറുതാണെങ്കിലും ഇത്തരം ചുഴലികൾ അപകടകാരികളാണ്. മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത ചുഴലിക്കാറ്റ് സൃഷ്ടിക്കുന്ന നാശനഷ്ടങ്ങളും ഏറെയാണ്. കാലാവസ്ഥാ വ്യതിയാനവും അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് കൂടുന്നതുമാണ് മിന്നൽ ചുഴലി പ്രതിഭാസത്തിന് കാരണമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാത വാണിയംപാറയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന പ്രദേശത്തെ സർവീസ് റോഡ് ഇടിയുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നു. അടിപ്പാത നിർമ്മാണത്തിനായി സർവീസ് റോഡിനോട് ചേർന്നാണ് കുഴി എടുത്തിരിക്കുന്നത്. 3 ദിവസമായി പെയ്ത കനത്ത മഴയെ തുടർന്നാണ് സർവീസ് റോഡ് അടിപ്പാത നിർമ്മാണത്തിനായി എടുത്ത കുഴിയിലേക്ക് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുകളിലൂടെയാണ് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും പോകുന്നത്. മണ്ണ് ഊർന്നുപോയതിനാൽ സർവീസിനടിയിൽ മഴ കനത്താൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനും വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനും സാധ്യതയേറെയാണ്. പ്രദേശത്ത് റോഡ് കുഴിക്കുന്ന സമയത്ത് സർവീസ് റോഡിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെയാണ് കരാർ കമ്പനി വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നത്. മണ്ണിടിച്ചിൽ ആരംഭിച്ചതോടെ പ്ലാസ്റ്റിക് ബാരിക്കേഡുകൾ വെച്ച് വാഹനങ്ങൾ ഒറ്റ വരിയിലൂടെ കടത്തിവിടുന്നത്. മുല്ലശ്ശേരി പെരുവല്ലു അംബേദ്കർ ഗ്രാമത്തിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് വീട് തകർന്നു. പെരുവല്ലു വെട്ടിപ്പാറ ജാനകിയുടെ വീടാണ് തകർന്ന് വീണത്. പെരുവല്ലൂരിലെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കരിങ്കൽ ക്വാറി നിറഞ്ഞു കവിഞ്ഞ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ സമീപത്തെ 5 വീടുകൾ തകർച്ചാ ഭീഷണിയിലാണ്. ഇക്കാര്യം TCV കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് ഒരാഴ്ചയോളമായി ജാനകി മാറി താമസിക്കുകയായിരുന്നതിനാൽ അപകട സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. വെള്ളം കയറിയിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും പഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. പെരുവല്ലൂർ കരിങ്കൽ ക്വാറി പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മണലൂർ അന്തിക്കാട് പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. മണലൂരിലെ 4, 5 വാർഡുകളിലും അന്തിക്കാട്ടെ 4, 6, 7 വാർഡുകളിൽ നിന്നുമാണ് വെള്ളം ഒഴിയാതെ നിൽക്കുന്നത്. വെള്ളം ഒഴുകിപ്പോകേണ്ട ഹൈലെവൽ കനാലിൽ കാഞ്ഞാണി, പലക്കട മുതൽ മണലൂർ കെട്ട് വരെയും ചണ്ടിയും കുളവാഴി നിറഞ്ഞ നീരൊഴുക്ക് നിലച്ചതിനാലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. കൂടാതെ അന്തിക്കാട് പാടശേഖരം അതിർത്തിയിൽ വരുന്ന കടവാരത്ത് ഹൈലെവൽ കനാലിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള തടയണ പൊട്ടിക്കാത്തതും വെള്ളക്കെട്ടിന് കാരണമായതായി നാട്ടുകാർ പറയുന്നു. മഴയ്ക്ക് മുൻപേ നീർച്ചാലുകൾ പഞ്ചായത്ത് അധികൃതരും ഇറിഗേഷൻ അധികൃതരും വൃത്തിയാകാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമായതായി പ്രദേശവാസികൾ പറയുന്നത്.
കൊടുങ്ങല്ലൂരിൽ വയോധികനെ കാണാതായി. ലോകമല്ലേശ്വരം വയലാറിൽ താമസിക്കുന്ന കളരിക്കൽ വീട്ടിൽ 68 വയസ്സുള്ള അരവിന്ദാക്ഷനെയാണ് ഇന്ന് പുലർച്ചെ മുതൽ കാണാതായത്. വീട്ടുകാരുടെ സംശയത്തെ തുടർന്ന് ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം കനോലി കനാലിൽ തിരച്ചിൽ നടത്തി. കാപ്പ പ്രതിക്ക് ജില്ലയിൽ 1 വർഷത്തെ പ്രവേശന വിലക്ക്. നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു വന്നിരുന്ന മുളയം പീടികപ്പറമ്പ് ദേശത്ത് എടത്തറ വീട്ടിൽ ജോബി എന്ന് വിളിക്കുന്ന രാഹുലിനെയാണ് തൃശൂർ റേഞ്ച് ഡിഐജി അജിത ബീഗം കാപ്പ ചുമത്തി ഉത്തരവിട്ടത്. ഉത്തരവ് പ്രകാരം 1 വർഷത്തേക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല. പ്രതിക്ക് മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ വധശ്രമം ഉൾപ്പെടെ 5 കേസുകളും ഉല്ലു പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസും ഉൾപ്പെടെ 6 കേസുകൾ നിലവിലുണ്ട്. കുന്നംകുളം പാറയമ്പാടത്ത് റോഡിലെ കുഴിയിൽ വീണ ബൈക്കിൽ കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പോർക്കുളം സ്വദേശി മരിച്ചു. പോർക്കുളം കൊങ്ങണൂർ വിളക്കുമാടത്തിൽ വീട്ടിൽ 62 വയസ്സുള്ള ശശിധരനാണ് മരിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന ശശിധരൻ ഇന്ന് രാവിലെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 9 മണിയോടെയാണ് പാറയമ്പാടം കുരിശുപള്ളിക്ക് സമീപം അപകടമുണ്ടായത്. കുണ്ടും കുഴിയും നിറഞ്ഞ സംസ്ഥാന പാതയിൽ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 2 മരണങ്ങളും നിരവധി അപകടങ്ങളുമാണ് സംഭവിച്ചത്. അതേസമയം അധികൃതർ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് തുടർച്ചയായ അപകടങ്ങൾക്കും മരണങ്ങൾക്കും കാരണമാകുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്യാപ്റ്റൻ ലക്ഷ്മി ദിനാചരണം സംഘടിപ്പിച്ചു. അഴീക്കോടൻ സ്മാരക ഹാളിൽ നടന്ന അനുസ്മരണ ദിനാചരണം അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ഗിരിജാദേവി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഉഷ പ്രഭകുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KR വിജയ, സംസ്ഥാന കമ്മിറ്റി അംഗം KV നഫീസ, ജില്ലാ ട്രഷറർ KR സീത തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ വനിതകളുടെ പങ്ക് എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ വിഷയാവതരണം നടത്തി. കോൺഗ്രസ് സേവാദൾ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സേവാദൾ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ചാണാടി അനുസ്മരണം സംഘടിപ്പിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. സേവാദൾ ജില്ലാ പ്രസിഡന്റ് PD റപ്പായി അധ്യക്ഷത വഹിച്ചു. TA ആൻഡോ, TJ ജോസഫ്, ബാബു ജോസഫ്, സോണി സക്കറിയ, ആൻഡോ ജേക്കബ് എന്നിവർ സംസാരിച്ചു. ചിയാരം കോളേജ് ഓഫ് മീഡിയ ആൻഡ് പെർഫോമിംഗ് ആർട്സിൽ സിനിമോട്ടോഗ്രാഫിയെക്കുറിച്ച് മാസ്റ്റർ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രമുഖ ഛായാഗ്രാഹകൻ മധു നീലകണ്ഠൻ ഛായാഗ്രഹണ രംഗത്തെ നൂതന രീതികളെയും പ്രവണതകളെയും കുറിച്ച് ക്ലാസ് നയിച്ചു. കോളേജ് പ്രിൻസിപ്പൽ അരുൺ ജോൺ മാണി അധ്യക്ഷത വഹിച്ചു. സീനിയർ ഫാക്കൽറ്റിമാരായ ഫാദർ ജിജോ തീത്തായ്, ഡോക്ടർ ഫാദർ ബെന്നി ബെനഡിക്ട്, കോർഡിനേറ്റർ ജോണി മട്ടി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അധ്യാപകരും വിദ്യാർത്ഥികളുമായി നടത്തിയ സംവാദത്തിൽ നിരൂപകരും നിർമ്മാതാവുമായ TU ഷാജി മോഡറേറ്ററായി. BMS സ്ഥാപന ദിനം ചേലക്കരയിൽ ആചരിച്ചു. ജില്ലാ ട്രഷറർ വിപിൻ മംഗലം പതാക ഉയർത്തി. BMS പഞ്ചായത്ത് പ്രസിഡന്റ് PN സനോജ് അധ്യക്ഷത വഹിച്ചു. മേഖലാ ട്രഷറർ P രാജഗോപാലൻ, സെക്രട്ടറി N ഉണ്ണി, പഞ്ചായത്ത് ട്രഷറർ വിനയൻ, KN രവി, വിനു മോഹൻ എന്നിവർ പങ്കെടുത്തു. കേരള കോൺഗ്രസ് എം മണ്ഡലം കൺവെൻഷൻ പാവറട്ടിയിൽ നടന്നു. കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് CT ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VV സേവ്യർ അധ്യക്ഷത വഹിച്ചു. PJ പോൾ, ബൈജു ലൂയിസ്, KJ മേജോ, സാംസൺ ചിരിയങ്കണ്ടത്ത്, CP രാജു എന്നിവർ നേതൃത്വം നൽകി. ഭാരതീയ മസ്ദൂർ സംഘം സ്ഥാപന ദിനത്തിന്റെ ഭാഗമായി BMS വടക്കാഞ്ചേരി മേഖലയിലെ 49 സ്ഥലങ്ങളിൽ പതാക ഉയർത്തി. ജനറൽ മസ്ദൂർ സംഘം അകമല യൂണിറ്റിൽ BMS തൃശൂർ ജില്ലാ ട്രഷറർ വിപിൻ മംഗലം പതാക ഉയർത്തി. യൂണിറ്റ് പ്രസിഡന്റ് ശശിധരൻ അധ്യക്ഷത വഹിച്ചു. രഘു, സതീഷ് എന്നിവർ നേതൃത്വം നൽകി. നീണ്ട നാളത്തെ അലച്ചിലിന് അവസാനമായി. ശിവരാമൻ ഇനി മഴ നനയാതെ കിടന്നുറങ്ങാം. വാർദ്ധക്യത്താലും രോഗങ്ങളാലും അവശനായ വാടാനപ്പള്ളി നെടുമ്പാറൻ ശിവരാമനെ വാടാനപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അഭയകേന്ദ്രത്തിലെത്തിച്ചു. മുംബൈയിലായിരുന്ന ശിവരാമൻ 25 വർഷം മുൻപാണ് നാട്ടിലെത്തിയത്.
അന്നു മുതൽ കടത്തിണ്ണകളിലും ഒഴിഞ്ഞ കെട്ടിടങ്ങളിലുമായിരുന്നു കഴിഞ്ഞുകൂടിയിരുന്നത്. വാർഡിലെ അതിദരിദ്രരെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി വാർഡംഗം KB ശ്രീജിത്താണ് ശിവരാമന്റെ ദുരിതാവസ്ഥ സാമൂഹ്യനീതി വകുപ്പിനെ അറിയിച്ചത്. സർക്കാരിന്റെ പുതിയ പദ്ധതിയായ വാർഡിലുള്ള അതിദരിദ്രരെ കണ്ടെത്തുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ശിവരാമേട്ടൻ വീടുമില്ല, സ്ഥലവുമില്ല, അങ്ങനെ അലഞ്ഞു തിന്നടക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ഈ വ്യക്തിക്ക് ഏറ്റവും ആവശ്യം ഒരു സംരക്ഷണം, അല്ലെങ്കിൽ ഒരു വീട്, അല്ലെങ്കിൽ സുഖമായി കഴിയാനുള്ള ഭക്ഷണം, അതൊക്കെ കിട്ടുക അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിനെ ഒരു സദനത്തിലേക്ക് മാറ്റുകയാണ്, ഒരു ആശ്രമത്തിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ ഉള്ളൊരു വ്യക്തിയെ കൂടുതൽ ആശ്വാസകരമായൊരു ജീവിതത്തിലേക്ക് നയിക്കാൻ സാധിച്ചതിലേറെ സന്തോഷവാനാണ്. റേഷൻ കാർഡും ആധാർ കാർഡും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്തു നൽകി. തുടർന്ന് അതിദരിദ്രരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഇദ്ദേഹത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ഹൗസ് ഓഫ് പ്രോവിൻസ് എന്ന വൃദ്ധസദനത്തിലേക്ക് മാറ്റി. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസിയുടെ നേതൃത്വത്തിലാണ് ശിവരാമനെ ഇരിങ്ങാലക്കുട ഹൗസ് ഓഫ് പ്രോവിൻസ് സദനത്തിലേക്ക് മാറ്റിയത്. ശേഷിക്കുന്ന കാലം മഴയും വെയിലും കൊണ്ട് അലഞ്ഞു തിരിയാതെ ശിവരാമന് ഇവിടെ കഴിയാം. വാർഡംഗം ശ്രീജിത്തിനോടും പഞ്ചായത്ത് ഭരണസമിതിയോടും നന്ദി പറഞ്ഞാണ് ശിവരാമൻ വാടാനപ്പള്ളിയിൽ നിന്ന് യാത്രയായത്. TCV ന്യൂസ്, അന്തിക്കാട്. ഗുഡ് ഡേ മൂവീസിന്റെ ബാനറിൽ SM പ്രൊഡക്ഷൻ നിർമ്മിക്കുന്ന 1947 സിനിമയുടെ ചിത്രീകരണത്തിന്റെ സ്വിച്ച് ഓൺ പന്നിത്തടത്ത് നടന്നു. പ്രശസ്ത സംവിധായകൻ PT കുഞ്ഞു മുഹമ്മദ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. സിനിമാ താരം ശിവജി ഗുരുവായൂർ മുഖ്യാതിഥിയായി സുഭാഷ് ശിവയും മഹിൻകർ കേച്ചേരിയും ചേർന്നാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. കഥ, തിരക്കഥ മഹിൻകറും DOP സുഭാഷ് ശിവയുമാണ്. പ്രവീൺ ഹരിയാണ് ക്യാമറ അസോസിയേറ്റ്. ജെയ്സൺ ഗുരുവായൂരാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. സിനിമാ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കണ്ടശാങ്കടവ് ഫ്രാൻസിസ് ലയൻ മുറ്റിച്ചൂർ തൃപ്രയാർ റോഡിന്റെ തകർന്ന ഭിത്തി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി KB ജയറാം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി KK ബാബു, കോൺഗ്രസ് നേതാക്കളായ പുഷ്പ വിശ്വംഭരൻ, വാസു വളാഞ്ചേരി, ജോസഫ് പള്ളിക്കുന്നത്ത്, CN പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉതകുന്ന രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. റോഡ് മുഴുവൻ കേരളത്തിലാകമാനം തകർന്ന് തരിപ്പണമായ ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. പെരുമ്പിലാവ് നിലമ്പൂർ പാത പട്ടാമ്പി ബസ് സ്റ്റോപ്പിന് മുൻവശത്ത് നിൽക്കുന്ന പൂമരങ്ങൾ കാൽനട യാത്രികർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയാകുന്നു. മരക്കൊമ്പുകളുടെ ഉൾഭാഗത്ത് വെള്ളമിറങ്ങി വലിയ ശിഖരങ്ങൾ ദ്രവിച്ചു നിൽക്കുകയാണ്. അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും അധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്നും ചുമട്ടുതൊഴിലാളികളായ ഭാസ്കരൻ, ബാബു, ശിവൻ, സുന്ദരൻ എന്നിവർ പറഞ്ഞു. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനു സമീപവും അങ്ങാടി കല്ലുപുറം പാതയിലും റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ അപകട ഭീഷണിയാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു. കേരള അപ്ലയൻസ് സർവീസസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം തിരിച്ചറിയൽ കാർഡ് വിതരണവും നടന്നു. സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് സോപാനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് K സന്തോഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി KP രാകേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് PJ ജോബോയ്, ജില്ലാ സെക്രട്ടറി മുജീബ് റഹ്മാൻ, ജില്ലാ ട്രഷറർ മനപ്പള്ളി അയ്യപ്പദാസ്, ജില്ലാ കൺവീനർ ഡിക്സൺ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മൾ നാളെ നേരം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത് അവിടേക്ക് അതിന് കീഴിൽ വരും. കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിലെ പ്രതിഭാ സംഗമം എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം സുന്ദരൻ കരുമത്തിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ പൂർവ്വ വിദ്യാർത്ഥികളെ യോഗത്തിൽ അനുമോദിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG സുബീദാസ്, ബ്ലോക്ക് അംഗം ചെറുപുഷ്പം ജോണി, ഹെഡ്മാസ്റ്റർ സജീന്ദ്ര മോഹൻ എന്നിവർ സംസാരിച്ചു. ഏനാമാക്കൽ സെന്റ് മേരീസ് LP സ്കൂളിൽ ബാലസഭയും ആദരണ ചടങ്ങും നടന്നു. വെങ്കടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് VJ കൊച്ചപ്പൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവായ മയൂര നൃത്ത കലാകാരൻ രാജീവ് വെങ്കടങ്ങിന് ഉപഹാരം നൽകി ആദരിച്ചു. പ്രധാന അധ്യാപിക KI മേരി, PTA പ്രസിഡന്റ് അംബിക ജോർജൻ, അനിത CR, അനീന ജോഷി, EJ ജീത എന്നിവർ സംസാരിച്ചു.
മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ചേലക്കരയിൽ ശുചിത്വ ഗ്രാമസഭ സംഘടിപ്പിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P പ്രശാന്തി അധ്യക്ഷത വഹിച്ചു. ശുചിത്വ മിഷൻ ജില്ലാ ഫെസിലിറ്റേറ്റർ അനൂപ് കിഷോർ, DDP സിദ്ദിഖ്, ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സംഗീത, ബ്ലോക്ക് BDO S ശ്രീനിവാസൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മാലിന്യമുക്ത പ്രവർത്തനങ്ങളുടെ ചർച്ച ഇന്നത്തെ സാഹചര്യത്തിൽ ഏറെ അനിവാര്യമായ ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നടൻ സൂര്യയുടെ 49ാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി സൂര്യ ഫാൻസ് അസോസിയേഷൻ സിംഗം ഗ്രൂപ്പ് തൃശൂരിൽ രക്തദാനം സംഘടിപ്പിച്ചു. സൂര്യയുടെ വാരണമായിരം എന്ന ചലച്ചിത്രം ഒല്ലു ഫൺ സിറ്റിയിൽ പ്രദർശിപ്പിച്ചു. ആഘോഷ പരിപാടികൾക്ക് സിംഗം ഗ്രൂപ്പ് സാരഥികളായ രവികുമാർ, ദീപക്, ഷിജിൻ, വിഷ്ണു തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രകൃതിക്ഷോഭത്തിൽ മരങ്ങൾ വീണ് ഗതാഗത തടസ്സം ഉണ്ടാകുകയോ വീടുകൾക്ക് മുകളിൽ മരം വീണ് അപകടം സംഭവിക്കുകയോ ചെയ്താൽ സൗജന്യ സേവനവുമായി കല്ലൂർ സൌഹാർദ്ദ യുവസംഗമ പ്രവർത്തകരെത്തും. മരം മുറിക്കുന്നതിനായി കട്ടറുകളും അനുബന്ധ സാമഗ്രികളും സജ്ജമാക്കിക്കൊണ്ട് ഇവർ സേവന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. കല്ലൂർ നായരങ്ങാടിയിൽ തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. സൌഹാർദ്ദ യുവസംഗമം പ്രസിഡന്റ് പ്രിബനൻ ചൂണ്ടേരപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് SI ലാലു, KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ സദാശിവൻ, തൃക്കൂർ പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ തൊഴൂക്കാട്ട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വെങ്കിടങ്ങ് കണ്ണോത്ത് GMLP സ്കൂളിൽ മാമ്പഴ ഫെസ്റ്റ് ആഘോഷിച്ചു. പ്രധാനാധ്യാപിക KK ജെയ്സി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് PV ഷൈജു അധ്യക്ഷത വഹിച്ചു. ആൻജോ പോൾ, സ്നേഹ, CJ, തസ്നീം KH എന്നിവർ സംസാരിച്ചു. മാമ്പഴങ്ങളുടെയും മാമ്പഴ ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും ഉണ്ടായിരുന്നു. പെയിന്റ് ചെയ്യാൻ നൽകിയ അലമാരയിൽ നിന്ന് ലഭിച്ച സ്വർണമാല ഉടമയ്ക്ക് തിരികെ നൽകി സ്ഥാപന ഉടമ മാതൃകയായി. പുലു കിങ്സ് ഫർണിച്ചർ ഷോപ്പിൽ പെയിന്റ് ചെയ്യാൻ കൊണ്ടുവന്ന പഴയ അലമാര വൃത്തിയാക്കുന്നതിനിടെയാണ് സ്ഥാപന ഉടമയായ കിങ്സ് മുരളിക്ക് 1 പവന്റെ സ്വർണമാല ലഭിച്ചത്. ഉടൻ തന്നെ അലമാരയുടെ ഉടമ മഠത്തികര സ്വദേശി പാറേക്കാടൻ വിനുവിന് വീട്ടിലെത്തി മാല മുരളി തിരികെ നൽകുകയായിരുന്നു. 4 വർഷം മുൻപ് നഷ്ടപ്പെട്ട മാലയാണ് തിരികെ ലഭിച്ചത്. പുല്ലു പ്രദേശത്തെ പൊതുപ്രവർത്തകൻ കൂടിയാണ് കിങ്സ് മുരളി. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6485 രൂപ, പവന് 51,880 രൂപ, വെള്ളി ഗ്രാമിന് 95 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3462 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. 9 വിഭാഗങ്ങളിൽ മുൻഗണന നൽകി 3ാം മോദി സർക്കാരിന്റെ ബജറ്റ്. 3 ലക്ഷം രൂപ വരെ നികുതിയില്ല. കാർഷിക മേഖലയ്ക്കും തൊഴിൽ മേഖലയ്ക്കും പരിഗണന. മൊബൈൽ ഫോണിനും സ്വർണത്തിനും വില കുറയും. ബജറ്റിൽ കേരളത്തിന് നിരാശ. വടക്കാഞ്ചേരി വാഴക്കോട് പെട്രോൾ പമ്പിൽ തീപിടുത്തമുണ്ടായത് പെട്രോൾ കലർന്ന വെള്ളത്തിലേക്ക് സിഗരറ്റ് കുറ്റി വലിച്ചെറിഞ്ഞതിനെ തുടർന്ന് പച്ചക്കറി കടയിലെ സാധനങ്ങൾ കത്തിനശിച്ചു. ചാലക്കുടി പുഴയിൽ ചാടിയ തട്ടിപ്പ് സംഘത്തിലെ 3 പേർ പിടിയിൽ. സംഘത്തിലെ ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിൽ. പ്രതികളെ പോലീസ് ചോദ്യം ചെയ്യുന്നു. തുടർച്ചയായ മിന്നൽ ചുഴലിക്കാറ്റിൽ ആശങ്കയോടെ ജില്ല. ഇന്നലെയുണ്ടായ ചുഴലിയിൽ ജില്ലയിൽ 51 വീടുകൾക്ക് ഭാഗിക നാശനഷ്ടം. ദേശീയപാത വാണിയമ്പാറയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന പ്രദേശത്തെ സർവീസ് റോഡ് ഇടിയുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നു. വാഹനങ്ങൾ കടത്തിവിടുന്നത് കാര്യമായ മുൻകരുതൽ സുരക്ഷ ഒരുക്കാതെ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.